പക്ഷെ ഇവിടെ ഇപ്പം നോക്കൂ, ഇത്ര ഒരു വൈകാരിക അതിരേകം ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോഴും താങ്കൾ നേരത്തെ ചൂണ്ടിക്കാണിച്ച പോലെ പോളിംഗ് പെർസെൻറ്റേജിൽ കാണുന്ന ഈ കുറവ് 2019 അപേക്ഷിച്ച് ഓരോ ഫേസ് നമ്മൾ എടുക്കുമ്പോഴും 5-6% കുറവ് പലയിടത്തും കാണാം. എന്ന് വെച്ചാൽ ഒരു ഹിന്ദുത്വത്തിലൂന്നിയ അല്ലെങ്കിൽ മോദി എന്ന ബ്രാൻഡിലൂന്നിയ ഒരു വലിയ വൈകാരികത ഉണ്ടാക്കാൻ, അതിലൊരു തള്ളിച്ച ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല എന്നാണോ കാണേണ്ടത്? അതോ അതിനപ്പുറം മോദി എന്തായാലും വരും, നമ്മളിനി പോയി വോട്ട് ചെയ്തിട്ട് കാര്യമില്ല എന്ന മോദി വിരുദ്ധ ചേരിയിലെ ഒരു ആലസ്യമാണോ സത്യത്തിൽ നമ്മൾ ഈ ടേൺ ഔട്ടിൽ കാണുന്നത്? ഇതിലൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു മോഡി എന്നുള്ള ഒരു ഒറ്റ ഇത് വച്ചിട്ടാണ് 2014 മുതൽ എലക്ഷൻ BJP മുന്നോട്ട് കൊണ്ടുവന്നത്. അത് ലോക്സഭ ഇലക്ഷൻസിൽ മാത്രമല്ല, എല്ലാ സ്റ്റേറ്റ് ഇലക്ഷൻസിലും അതേപോലെ തന്നെ എന്തിന് പറയുന്ന ഈ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പോലും നരേന്ദ്രമോദിയുടെ പേര് ഉപയോഗിച്ചിട്ടാണ് മറ്റ് BJPയുടെ ഒരു ഇലക്ഷൻ ക്യാമ്പയിൻ്റെ ഒരു മോഡ് തന്നെ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് അതിൻ്റെ ഒരു റിപ്പീറ്റായിട്ടുള്ളൊരു ഉപയോഗം കുറച്ച് ചടിപ്പിച്ചിട്ടുണ്ട്. അത് ആളുകളിൽ ഒരു കുഴപ്പമുണ്ടാക്കിയിട്ടുണ്ട്, കൺഫ്യൂഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ പലതരത്തിലും പല സംസ്ഥാന നേതാക്കൾക്കിടയിലും ചെറിയ തോതിലാണെങ്കിലും ചെറിയ പ്രശ്നങ്ങൾ, അവർക്ക് പരാതികളും പ്രശ്നങ്ങളും ഉണ്ട്. അത്തരത്തിലുള്ള കുറേ കാര്യങ്ങൾ ഈ ഇലക്ഷനെ ബാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ജനങ്ങൾ മറ്റൊരു വിഷയം സംസാരിക്കാനായിട്ട് ഇത്തവണ തയ്യാറാണ്. അത് പ്രതിപക്ഷം പോലും പ്രതീക്ഷിക്കാത്ത തരത്തിലേക്ക് ജനങ്ങൾ മറ്റു വിഷയങ്ങൾ സംസാരിക്കുന്നുണ്ട്. ഈ അയോധ്യ ഇഷ്യൂ അല്ലെങ്കിൽ രാമക്ഷേത്ര ഇഷ്യൂ, ഇതേപോലെ യു പിയിൽ നമുക്ക് പരിചയമുള്ള ജേർണലിസ്റ്റുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ രാമക്ഷേത്ര നിർമ്മാണം അത് നിർമ്മാണം പൂർത്തിയായതോടുകൂടി ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ വിഷയം അവസാനിച്ചു. അതിൻ്റെ പേരിലുള്ള ഒരു അധിക വൈകാരികത യഥാർത്ഥത്തിൽ അവിടെ ഇപ്പോൾ നിലവിലില്ല. അത്തരം കാര്യങ്ങൾ വരുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ പ്രതീക്ഷിച്ച രീതിയിലേക്ക് കാര്യങ്ങൾ നടന്നിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ആ ആദ്യത്തെ ഒരു രീതിയിലുള്ള ഒരു തരത്തിലുള്ള ഒരു പോളിംഗ് പെർസെൻറ്റേജിൽ ഉണ്ടായിട്ടുള്ള ഒരു കുറവും അതിനുശേഷം ഉണ്ടായിട്ടുള്ള ഈ പറയുന്ന നമുക്ക് അവിടെ നിന്ന് കിട്ടുന്ന പല സ്ഥലങ്ങളിൽ നിന്ന് കിട്ടുന്ന ഒരു വിവരങ്ങളനുസരിച്ച് പല സ്ഥലത്തും ഇവർക്ക് അത്ര ഈസി അല്ല പല കാര്യങ്ങൾ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. സാധാരണഗതിയിൽ യാതൊരു പ്രയാസവും BJPക്ക് വേണ്ടതല്ല. BJP ഈസി ആയിട്ട് ഇലക്ഷൻ വിജയിക്കേണ്ടതാണ്. പക്ഷേ അത്രയ്ക്ക് ഈസി അല്ല കാര്യങ്ങൾ, അവർ വിചാരിച്ച അത്ര എളുപ്പമല്ല കാര്യങ്ങൾ എന്നുള്ളൊരു ബോധ്യം ഏതായാലും BJPക്ക് ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഒരു പ്രതിഫലനം കൂടിയായിട്ടാണ് ഇത് കാണുന്നത്. ഈ വൈകാരിക പ്രകടനങ്ങൾ നടക്കുന്നതുകൊണ്ട് ജയസൂര്യൻ ഇപ്പം നോക്കൂ, ശ്രീത്ത് ചൂണ്ടിക്കാണിക്കുകയാണ് ഡിസ്പാരിറ്റി പ്രശ്നം. അതായത് സമ്പത്ത് ഉള്ള ആളുകളുടെ ചുരുക്കം ആളുകളുടെ സമ്പത്ത് കുമിഞ്ഞുകൂടുകയും ബഹുഭൂരിപക്ഷം മനുഷ്യർ ദരിദ്രരായി തുടരുകയോ കൂടുതൽ ദരിദ്രരാക്കപ്പെടുകയോ ചെയ്യുന്ന സാഹചര്യത്തെ ഞങ്ങൾ അഡ്രസ്സ് ചെയ്യും എന്നാണ് കോൺഗ്രസ് പറയുന്നത്, പ്രകടന പത്രികയിൽ ഉള്ളത്. മോദി പറയുന്നത് നോക്കൂ, നിങ്ങളുടെ സ്വത്ത് പിടിച്ചെടുത്ത് അപ്പുറത്ത് കൊടുക്കാൻ പോവുകയാണ് എന്നതാണ്. സത്യത്തിൽ ഇന്ത്യ നേരിടുന്ന ഒരു സീരിയസ് ആയിട്ടുള്ള പ്രശ്നത്തെ രണ്ട് വിധത്തിൽ അഡ്രസ്സ് ചെയ്യാണ് രണ്ട് പാർട്ടികൾ. ജനം ഏതെടുക്കുമെന്നാണ് നിങ്ങളുടെ കോൺഫിഡൻസ്? എന്ന് വെച്ചാൽ ദരിദ്രരാക്കപ്പെട്ട മനുഷ്യരെ നിങ്ങൾ ദരിദ്രരായി തന്നെ തുടരൂ, അംബാനിയും അദാനിയും അങ്ങനെ തന്നെ തുടരുന്നതിന് എനിക്ക് വോട്ട് ചെയ്യേണ്ടതുണ്ട് എന്നാണ് ഒരർത്ഥത്തിൽ മോദി പറയുന്നത്. ജനം അതിന് വോട്ട് ചെയ്യും. നിങ്ങൾക്ക് ആത്മവിശ്വാസമുണ്ടോ? ജനം ഞങ്ങൾക്ക് വോട്ട് ചെയ്യുമെന്നുള്ളതിൽ ഞങ്ങൾക്ക് തികഞ്ഞ ആത്മവിശ്വാസമുണ്ട്. അതിൻ്റെ കാരണവും പറയാം. 25 കോടി ഭാരതീയരെ ദാരിദ്ര്യരേഖയ്ക്ക് മുകളിൽ കൊണ്ടുവന്ന ഭരണമാണ് നരേന്ദ്രമോദിയുടെ ഭരണം. ആ 25 കോടി ജനങ്ങൾ നരേന്ദ്രമോദിയാണ് സ്നേഹിക്കുന്നത്. അതുകൊണ്ട് ആ കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു സംശയവുമില്ല. പിന്നെ പിടിച്ചെടുത്ത് കൊടുക്കുമെന്നൊക്കെ പറഞ്ഞത് സാംപിട്രോടെയാണ്, അത് ബോഡിയല്ല. ആ സാംപിട്രോടെ പറഞ്ഞ കാര്യം ഞങ്ങൾ എടുത്തു പറഞ്ഞപ്പോൾ അത് ഞങ്ങളുടെ തലയിൽ വെക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതൊക്കെ ജനങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ പറഞ്ഞ 2-3 കാര്യങ്ങൾ ഞാനൊന്ന് മറുപടി പറയാതെ പോകുന്നത് ശരിയല്ല. അതായത് ബീഹാർ, മഹാരാഷ്ട്ര, കർണാടക അവിടെയൊക്കെ BJPക്ക് വലിയ തിരിച്ചടി വരുന്നു എന്നുള്ളതും അതുപോലെ തന്നെ വോട്ടിംഗ് പെർസെൻറ്റേജ് കുറഞ്ഞു എന്നുള്ളതും. യഥാർത്ഥത്തിൽ ആൻറ്റി ഇൻകംബൻസി ഫാക്ടർ ഉണ്ട് എങ്കിൽ, ഭരണവിരുദ്ധ വികാരമുണ്ട് എങ്കിൽ വോട്ട് ശതമാനം കൂടുകയാണ് വേണ്ടത്. കാരണം എണ്ണമറ്റ പ്രതിപക്ഷ കക്ഷികളുടെ വലിയ ഇന്ത്യ മുന്നണി വീട് തോറും കയറിയിറങ്ങി ജനങ്ങളെ ആവേശപൂർവ്വം ഈ വിലക്കയറ്റത്തിനെതിരെ, അവർ പറയുന്ന വിലക്കയറ്റത്തിനെതിരെ, അവർ പറയുന്ന വർഗീയതയ്ക്കെതിരെ, അവർ പറയുന്ന തൊഴിലില്ലായ്മയ്ക്കെതിരെ ജനങ്ങളെ ഉണർത്തിക്കൊണ്ടുവന്ന് വോട്ട് ചെയ്യിക്കണമായിരുന്നു. എന്താ ജനങ്ങൾ വരാത്തത്? ജനങ്ങളെ ഉണർത്താൻ ഇവർക്ക് സംവിധാനമില്ല. ഒന്ന്. ഇനി ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ജനങ്ങളോട് പറഞ്ഞാൽ ജനങ്ങളോട്ട് ഉണരാനും പോകുന്നില്ല. കാരണം അവർ ആനുകൂല്യങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവരാണ്.